13,000 രൂപക്ക് താഴെ കിഡിലൻ 5G ഫോൺ നോക്കുന്നുണ്ടോ? നല്ല ഡിസ്പ്ലേ, നല്ല ബാറ്ററി ബാക്കപ്പ്, കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാമറ, അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ഒരു ഫോൺ 13,000 രൂപക്ക് താഴെ കിട്ടുന്നുണ്ട്. ഇതാണ് സാംസങ്ങിന്റെ F15 5G എന്നുള്ള പുതിയ സ്മാർട്ട് ഫോൺ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഫോണിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് കേട്ടോ. ഇതിന്റെ ക്യാമറ സാമ്പിൾസ്, പെർഫോമൻസ്, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ടെക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വീഡിയോസ് തുടങ്ങാറില്ലേ, പക്ഷേ ഈ ഫോണിൽ അൺബോക്സ് ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഗീസ്. നമ്മൾ ഇതിങ്ങനെ തുറക്കുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഈ ഒരു ബോക്സിലുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവലും, സിം ഇജക്റ്റിംഗ് ടൂളും, അതുപോലെ Type-C ചാർജിങ് കേബിളും മാത്രമേ വരുന്നുള്ളൂ. ചാർജറും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചാർജർ വാങ്ങാൻ പറ്റും കേട്ടോ. കോംബോ ഓഫറായിട്ട് 290 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ 25 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ഒറിജിനൽ ചാർജർ വാങ്ങാൻ പറ്റും. സോ അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചാർജർ അതിൻ്റെ കൂടെ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടാൽ ബാക്ക് ഗ്ലാസ് ആണെന്ന് തോന്നുമെങ്കിലും പ്ലാസ്റ്റിക് ആണ്. പക്ഷെ നല്ലൊരു രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടോ, ഈ ഒരു ഗ്ലാസി ബാക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ക്യാമറ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കിഡിൽ ക്യാമറ അറേഞ്ച്മെന്റ് ആണ് നൽകിയുള്ളത്. ചെറിയൊരു ഫ്ലാറ്റ് ഡിസൈൻ ആണ് നൽകിയുള്ളത്. പക്ഷേ എഡ്ജൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കർവ്നെസ് കൊടുത്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി കയ്യിൽ ഹോൾഡ് ചെയ്യാൻ അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം 6000 mAh ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ ഏകദേശം 9.2 സംതിങ് ആയിട്ട് ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 217 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 6100+ എന്ന് പറഞ്ഞ ഒരു ചിപ്സെറ്റ് ആണ് നൽകിയിട്ടുള്ളത്. 4GB റാമും 128 GB സ്റ്റോറേജുമാണ് ഈ ഒരു ഫോണിൽ വരുന്നത് കേട്ടോ. മാലിയുടെ G57 MC2 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് ഇതിൽ സാംസങ് നൽകിയുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് സാംസങ് നൽകിയുള്ളത്. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ ഗെയിം കളിക്കാം, കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതിനൊക്കെ പറ്റിയ കിടിലൻ പെർഫോമൻസ് ഉള്ള ഒരു ചിപ്സെറ്റ് തന്നെ കേട്ടോ. അങ്ങനെ വേറെ എടുത്തു പറയുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. ഈ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 6.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് നൽകിയിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൽകിയിട്ടുണ്ട്. 396 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. 90 Hz റീഫ്രഷ് റേറ്റും ആണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത് കേട്ടോ. സോ ഡിസ്പ്ലേ വൈസും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ആ ഒരു AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുണ്ട്. 90 Hz ആണ് റീഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. 90 Hz ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ 120 Hz കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് അത്ര ഒരു നെസസറി ആയിട്ടുള്ള കാര്യമാണ്. 90 Hz ഒക്കെ ഓക്കെയാണ് നോർമൽ യൂസിന്. ഇനി ഇതിന്റെ ഈ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് നൽകുന്നത്. 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ലെൻസ്, 5 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ക്യാമറ. ഈ ഒരു 3 സെറ്റപ്പിലാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നുള്ളത്. 1080p 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോസിന്റെ ഒക്കെ സാമ്പിൾ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഒരു നോർമലായിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഈ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എങ്ങനെയുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ. വീഡിയോസിന്റെ ക്വാളിറ്റി ഞാൻ ഇവിടെ വീഡിയോ സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക എത്രത്തോളം വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട് കേട്ടോ. സോ കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പഞ്ച് ഹോൾ കട്ടൗട്ടുള്ള ഫോൺസും ചെറുതായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഇതിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് നൽകിയത്. 13 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അവിടെയും 1080p റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ എടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഡീസൻ്റ് ഉള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു സെൻസേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ഉള്ള ഒരു ക്വാളിറ്റിയാണ് ഇൻഡോറും ഔട്ട്ഡോറൊക്കെ കിട്ടുന്നത്. സോ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. വീഡിയോസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നോർമൽ ക്വാളിറ്റി ഉള്ളൊരു വീഡിയോസ് തന്നെയാണ്. ഒരുപാട് ക്വാളിറ്റി ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ഉള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും തരുന്നത്. 6000 mAh ആണ് ഈ ഒരു ഫോണിൽ സാംസങ് നൽകിയുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. നിങ്ങളൊരു നോർമൽ യൂസ് ആണെങ്കിൽ എന്തായാലും ഒരു 3 days ഒക്കെ കൂളായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു ഡിവൈസാണ്. 6000 mAh വരുന്നുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട് കേട്ടോ. സോ അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഒരു ഫോണിൽ വന്നുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് എല്ലാം. പിന്നെ 5G ബാൻഡ്സ് കൊടുത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. 13 5G ബാൻഡ്സ് നൽകിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിക്ക് 5G ബാൻഡ്സ് സാംസങ് നൽകിയിട്ടുണ്ട്. സോ ആ വയസ്സ് ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ 3.5 ഹെഡ്ഫോൺ ജാക്ക് ഒക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഗെയിമിങ്ങിനും മ്യൂസിക്കൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 3.5 ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിഡിലൻ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേർത്ത് ആയുള്ള ഒരു ഫോണാണ്. നമുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം ചാർജറും കൂട്ടിയിട്ട് നമുക്ക് 13,500 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. 13,500 അല്ല, 13 സംതിങ്, 13,200 സംതിങ് ആയിട്ടാണ് വരുന്നത്. സോ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടതോടെ